ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അർജുന അവാർഡിന് പരിഗണിക്കപ്പെട്ട കോഴിക്കോട്ടെ പ്രിയ താരങ്ങൾക്ക് ജില്ലാ വാർത്തകളുടെ അഭിനന്ദനങ്ങൾ നടന്നുകൊണ്ട് ആദ്യം പ്രധാന വാർത്തകൾ. അർജുന അവാർഡിന്റെ തിളക്കം കോഴിക്കോട്ടും. ടിൻഡു ലൂക്ക, വി ദിജു, ടോം ജോസഫ് എന്നിവർ പട്ടികയിൽ. ഉമ്മൻചാണ്ടി സർക്കാർ മുസ്ലിം ലീഗും ചേർന്ന് വിദ്യാഭ്യാസ വകുപ്പിനെ കച്ചവടച്ചരക്കാക്കി മാറ്റിയെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ CITU വൈദ്യുതി ഭവൻ മാർച്ച്. വിശദമായ വാർത്തകളിലേക്ക്. ഉമ്മൻചാണ്ടി സർക്കാരും മുസ്ലിം ലീഗും ചേർന്ന് വിദ്യാഭ്യാസ വകുപ്പിനെ കച്ചവടച്ചരക്കാക്കി മാറ്റിയെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. +2 അഴിമതിയിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ബിജെപി സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക, +2 സ്കൂളുകൾ അനുവദിച്ചതിലെ കോടികളുടെ അഴിമതി പുറത്തു കൊണ്ടുവരുവാൻ വിശദമായ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബിജെപി ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ച് സംഘടിപ്പിച്ചത്. കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് എരഞ്ഞിപ്പാലത്തു നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ നേതാക്കൾ പിന്തിരിപ്പിച്ചു. ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി സർക്കാരും മുസ്ലിം ലീഗും ചേർന്ന് വിദ്യാഭ്യാസ വകുപ്പിനെ കച്ചവടച്ചരക്കാക്കി മാറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞു. +2 പട്ടിക അട്ടിമറിച്ചതിലൂടെ മുസ്ലിം ലീഗ് നേതാക്കൾ വാങ്ങിയത് കോടികളാണെന്നും മദ്യവും വിദ്യാഭ്യാസവും ഇന്ന് ഒരുപോലെ ലാഭമുണ്ടാക്കാവുന്ന കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കുത്തരിഞ്ഞ പുസ്തകം പോലെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ള ആളുകളാണ് ഈ ഉമ്മൻചാണ്ടിയും ഈ വിദ്യാഭ്യാസ വകുപ്പിൽ ഉപയോഗിച്ചുകൊണ്ട് ലീഗ് നേതാക്കന്മാർ കോടികൾ കൊള്ളയടിച്ച് നടത്തുന്ന ഈ കുംഭകോണത്തിന് എഴുതി കൊടുക്കണം. അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഈ മേഖലയിൽ നടന്നിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണം, ഇതിനെ പുറത്താക്കണം ഈ മന്ത്രിയെ എന്ന ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ പ്രക്ഷോഭത്തിന്റെ മുന്നോടിയായി ഭാഗമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരം നടത്തിയിട്ടുള്ളത്. ഈ സമരം ബിജെപി ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ് അധ്യക്ഷനായിരുന്നു. യുവമോർച്ച സംസ്ഥാന സമിതി അംഗം പ്രകാശ് ബാബു, ജയ സദാനന്ദൻ, TP സുരേഷ്, ഗിരീഷ് തേവള്ളി, രമണി ഭായ്, MC ശശീന്ദ്രൻ, വാസുദേവൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അർജുന അവാർഡിനായി പരിഗണിക്കപ്പെട്ട ഒളിമ്പ്യൻ വി ദിജുവിന് കോഴിക്കോട്ട് സ്വീകരണം നൽകി. ചികിത്സയ്ക്കായി മണിപ്പാലിൽ പോയി മടങ്ങിവരവെ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ദിജു തനിക്ക് കിട്ടിയ അംഗീകാരത്തിലേറെ സന്തോഷമുണ്ടെന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇത്രയും വലിയൊരു സ്വീകരണം എനിക്ക് ആദ്യമായിട്ടാണ്. ഇവൻ ഒളിമ്പിക്സിൽ പോയപ്പോൾ ഇത്രയും വലിയൊരു സ്വീകരണം എനിക്ക് കിട്ടിയിരുന്നില്ല. ഒരു അവാർഡ് കിട്ടിയാലാണ് എല്ലാവരും വളരെ സന്തോഷിക്കുമെന്ന് തോന്നുന്നു. വൈകി അവാർഡ് കുറച്ച് വൈകി, പക്ഷെ എന്നാലും ഇപ്പൊ കിട്ടിയത് വളരെ സന്തോഷം.
എല്ലാവർക്കും, വീട്ടുകാർക്കും അതുപോലെ വൈഫിന്റെ വീട്ടിലുള്ള ഒരുപാട് സന്തോഷിച്ചിരുന്നു. അവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. നാട്ടിലുള്ള എല്ലാവർക്കും, എന്നെ സ്നേഹിച്ച എല്ലാവർക്കും ഞാൻ സമർപ്പിക്കുന്നു. ടിൻഡു ലൂക്കയെ അർജുന അവാർഡ് തേടിയെത്തിയപ്പോൾ കേരളക്കരയോടൊപ്പം ഉഷ സ്കൂളിലും ആഘോഷ തിരയിളക്കമായിരുന്നു. ആഹ്ലാദ പ്രകടനവും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും ടിൻഡുവിനെ തോളിലേറ്റിയും സഹപാഠികൾ ഈ നേട്ടത്തെ ആഘോഷമാക്കി. അർജുന എത്തുമ്പോൾ ഉഷ സ്കൂളിന്റെ കളിക്കളത്തിൽ ആഘോഷത്തിന്റെ തിരയിളക്കമായിരുന്നു. ടിൻഡു ലൂക്കെ എന്ന കൂട്ടുകാരിയുടെ അർജുന നേട്ടം അവർക്ക് അതിരുകളില്ലാത്ത ആനന്ദമായി. വലിയൊരു സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ PT ഉഷ എന്ന ഗുരു പകർന്നു നൽകിയ പാഠങ്ങൾ നെഞ്ചിലേറ്റുന്ന ഈ മധ്യദൂര ഓട്ടക്കാരിക്ക് ഊർജവും ആവേശവും നൽകും ഈ അർജുന പുരസ്കാരം. ഗുരുവിന് കൈവിട്ടുപോയ ഒളിമ്പിക്സ് മെഡൽ നേടാമെന്ന ആത്മവിശ്വാസത്തിന് ഇത് ഉണർവ് നൽകും. 1984 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ 400 മീറ്റർ ഹർഡിൽസിൽ സെക്കൻഡിന്റെ 100ൽ ഒരു അംശത്തിനാണ് ഉഷയ്ക്ക് മെഡൽ നഷ്ടമായത്. ആ നഷ്ടത്തിനിപ്പോൾ 3 പതിറ്റാണ്ടായി. 25 വയസ്സിൽ അർജുന പുരസ്കാരം കരസ്ഥമാക്കി ആ നഷ്ടം നികത്താനുള്ള ശ്രമത്തിലാണ് ടിൻഡു. 800 മീറ്ററിൽ ടിൻഡുവിനാണ് നിലവിൽ ഏഷ്യയിൽ 1ാം റാങ്ക്. പുരസ്കാരം ഉഷ ചേച്ചിക്കും സ്കൂളിനും സമർപ്പിക്കുന്നു എന്നായിരുന്നു ടിൻഡുവിന്റെ ആദ്യ പ്രതികരണം. ഇനി ലോകകപ്പും ഏഷ്യൻ ഗെയിംസുമാണ് അടുത്തുള്ളത്. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഏഷ്യൻ ഗെയിംസിൽ 800 മീറ്ററിൽ സ്വർണം നേടും. ടിൻഡുവിന്റെ ആത്മവിശ്വാസത്തിന് കുറവില്ല. 12ാം വയസ്സിലാണ് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കെടുത്ത വാളന്തോടിൽ നിന്ന് ടിൻഡു എത്തിയത്. ലൂക്കയുടെയും ലിസിയുടെയും മകൾ. ഉഷ സ്കൂളിലെ ആദ്യ ബാച്ചുകാരി. ഉഷയ്ക്കൊപ്പമുള്ള ജീവിതമാണ് ടിൻഡുവിനെ മാറ്റിമറിച്ചത്. ഗുരുവായും സുഹൃത്തായും അധ്യാപികയായും അമ്മയായും സഹോദരിയായും ഉഷ ടിൻഡുവിനെ സ്വാധീനിച്ചു. വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള ഓട്ടത്തിനിടെ ഒരു പോറലുമേൽക്കാതെ ചിറകിനടിയിലൊതുക്കി സംരക്ഷിച്ചു, പരിശീലിപ്പിച്ചു, രാജ്യത്തിന് സമർപ്പിച്ചു. ഇതേക്കുറിച്ച് ടിൻഡു പറയുന്നു: ഉഷ ചേച്ചിയുടെ അടുത്ത് എത്തിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒന്നും ആവുമായിരുന്നില്ല. എനിക്ക് എല്ലാം തന്നത് ഉഷ ചേച്ചിയാണ്. ഇല്ല, ഒരിക്കലും ആവില്ലായിരുന്നു. ഒരിക്കലും ടിൻഡുലോക്കി ആവില്ലായിരുന്നു. ഉഷാ സ്കൂളിൽ വന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും. ചെറുപ്പത്തിൽ എല്ലാം പഠിച്ചതിന് ഇവിടെ വന്നതിന് ശേഷമാണ്. 12ാമത്തെ വയസ്സിൽ വന്നിപ്പം 11 കൊല്ലവും എല്ലാം എന്റെ വളർച്ചയെല്ലാം ഇവിടുന്ന് തന്നെയാണ്. എന്ത് പഠിച്ചതും എല്ലാം ഇവിടുന്ന് തന്നെയാണ്. ഉഷാ സ്കൂൾ വന്നില്ലെങ്കിൽ ഒന്നും ആകുമായിരുന്നില്ല. കൊയിലാണ്ടി ഗേൾസ് സ്കൂൾ, കൊയിലാണ്ടി മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. ചേളന്നൂർ SM കോളേജിൽ ബിരുദ പഠനം. 1ാം ക്ലാസ്സോടെയാണ് BCom പാസ്സായത്. ഇപ്പോൾ റെയിൽവേയിൽ ഉദ്യോഗസ്ഥയാണ്. ട്രോഫികളും അംഗീകാരങ്ങളും നിറഞ്ഞലങ്കരിക്കുന്ന രാമനാട്ടുകര പഞ്ചായത്ത് റോഡിലെ ശ്രീകലയിൽ ഇനി അർജുന അവാർഡിന് തിളക്കവും. കോഴിക്കോടിന്റെ തെക്കൻ മേഖലയ്ക്ക് അഭിമാനമായാണ് ഒളിമ്പ്യൻ V ദിജുവിലൂടെ അർജുന അവാർഡ് എത്തുന്നത്. ബാഡ്മിന്റൺ താരം V ദിജുവിന്റെ വിജയപഥത്തിൽ ഒരു പൊൻതൂവൽ കൂടി. അർജുന അവാർഡ് കരസ്ഥമാക്കിയെന്ന വാർത്ത അറിഞ്ഞതു മുതൽ കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര പാറമ്മൽ റോഡിലുള്ള വീട്ടിലേക്ക് അഭിനന്ദന പ്രവാഹമാണ്. അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ കാലിന്റെ ചികിത്സയ്ക്കായി മണിപ്പാലിൽ പോയിരിക്കുകയായിരുന്നു ദിജുവും ഭാര്യ സൗമ്യയും. പാറമ്മൽ റോഡ് ശ്രീകലയിൽ വലിയ വീട്ടിൽ കരുണാകരൻ ലളിത ദമ്പതികളുടെ മകനാണ് ദിജു. 1997 ഹോങ്കോങ്ങിൽ നടന്ന ഏഷ്യൻ ജൂനിയർ ചാമ്പ്യൻഷിപ്പിലാണ് ഇന്ത്യക്ക് വേണ്ടി ദിജു ആദ്യമായി രാജ്യാന്തര മത്സരത്തിൽ കളിച്ചത്. 1998-99 വർഷങ്ങളിൽ തുടർച്ചയായി ജൂനിയർ ദേശീയ കിരീടം സ്വന്തമാക്കി. രാജ്യത്തും വിദേശത്തും നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത ദിജു സംസ്ഥാനത്തെ ഒട്ടേറെ മത്സരങ്ങളിലും ചാമ്പ്യനാണ്. നിലവിൽ ജ്വാല ഗുട്ട ദിജു സഖ്യമാണ് ദേശീയ മിക്സഡ് ഡബിൾസ് ജേതാക്കൾ. ഈ കൂട്ടുകെട്ട് ലോക റാങ്കിൽ 7ാമതാണ്. ഇവർ 2006 കോമൺവെൽത്ത് ഗെയിംസിൽ വെങ്കലവും 2010 വെള്ളിയും നേടി. 2012 ലണ്ടൻ ഒളിമ്പിക്സിന് ഇറങ്ങിയെങ്കിലും ആദ്യ കളി തോറ്റു. കഴിഞ്ഞ തവണ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇത്തവണ അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് വീട്ടുകാർ അറിയിച്ചു. അർജുന നേടിയതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ദിജു പ്രതികരിച്ചു. 6ാം ക്ലാസ് വരെ രാമനാട്ടുകര ദവ UP സ്കൂളിലായിരുന്നു പഠനം. പിന്നീട് തൃശൂരിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഹോസ്റ്റലിലെത്തി. ഫാറൂഖ് കോളേജിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കിയ ദിജു ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ചെന്നൈ റീജിയണൽ ഓഫീസിലെ സീനിയർ HR ഓഫീസറായി ജോലി നോക്കുകയാണ്. GV രാജ പുരസ്കാരം നേടിയിട്ടുണ്ട്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുക, വൈദ്യുതി പദ്ധതികൾ പൂർത്തീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള CITU നേതൃത്വത്തിൽ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് VP കുഞ്ഞികൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള CITUവിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തി. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുക, വൈദ്യുതി പദ്ധതികൾ പൂർത്തീകരിച്ച് ലോഡ് ഷെഡിംഗും പവർ കട്ടും ഒഴിവാക്കുക, ഇടയ്ക്കിടെ വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കുന്ന നയം അവസാനിപ്പിക്കുക, സപ്ലൈ കോഡിലെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുക, ബോർഡിലെ ഒഴിവുകൾ നികത്തുക, വൈദ്യുതി കണക്ഷൻ ലഭിക്കാനുള്ള നടപടി ലഘൂകരിക്കുക, വയറിംഗ് രംഗത്തെ ലൈസൻസിംഗ് സമ്പ്രദായം അട്ടിമറിക്കാനുള്ള വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. മുതലക്കുളത്ത് നിന്നും ആരംഭിച്ച മാർച്ച് CITU ജില്ലാ പ്രസിഡന്റ് VP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് KK ബാവ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി TK സിദ്ദിഖ്, ജില്ലാ സെക്രട്ടറി C സുധീർ എന്നിവർ സംസാരിച്ചു.
യു ഗോപിനാഥൻ, IM ശ്രീധരൻ, കെ ദയാനന്ദൻ, കെ സത്യൻ, കെ ഗംഗാധരൻ, സി ബൈജുഷ്, വി ഗിരീഷ്, സി ഷാജു, പി മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട് ജില്ലാ ക്ഷീരകർഷക സംഗമം ഈ മാസം 16 മുതൽ 18 വരെ പാലാഴിയിൽ നടക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കർഷക സംഗമവും ഫാമേഴ്സ് ഫെസിലിറ്റേഷൻ ഇൻഫർമേഷൻ സെന്ററിന്റെ പ്രവർത്തനോദ്ഘാടനവും നിർവഹിക്കും. ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ക്ഷീര കർഷക സംഗമത്തിന് പാലാഴി ക്ഷീരോത്പാദക സഹകരണ സംഘം ആതിഥേയത്വം വഹിക്കും. മലബാർ സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ, നബാർഡ്, വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 16 വൈകിട്ട് 3 മണിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്ഷീര കർഷക സംഗമവും ക്ഷീരവികസന വകുപ്പിന്റെ ധനസഹായത്തോടെ പാലാഴി ക്ഷീരോത്പാദക സഹകരണ സംഘം നിർമ്മിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ കം ഇൻഫർമേഷൻ സെന്ററിന്റെ പ്രവർത്തനവും ഉദ്ഘാടനം ചെയ്യും. 16 രാവിലെ നടത്തുന്ന ഭക്ഷ്യസുരക്ഷാ നിലവാര നിയമ പരിശീലന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഡയറി ക്വിസ് മത്സരം നടക്കും. ഓഗസ്റ്റ് 17 ഞായറാഴ്ച രാവിലെ നടത്തുന്ന കന്നുകാലി പ്രദർശനം റീനെ മുണ്ടേങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ക്ഷീര കർഷകർക്കും ക്ഷീരസംഘം ജീവനക്കാർക്കുമായി തൈര് കടയിൽ, പനീർ, മിൽക്ക് ചോക്ലേറ്റ് നിർമ്മാണം, ഉറിയടി, വടംവലി എന്നീ മത്സരങ്ങളും നടക്കും. ഓഗസ്റ്റ് 18 തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ നടത്തുന്ന ക്ഷീര വികസന സെമിനാർ ക്ഷീരവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്യും. 18 രാവിലെ തുടങ്ങുന്ന എക്സിബിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുധർമ്മ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3:30 നടക്കുന്ന സമാപന സമ്മേളനം K മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്യും. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. ഓരോ യഥാർത്ഥ പട്ടിനു പിന്നിലും ഒരു കഥയുണ്ട്. അവ കണ്ടെത്തുവാൻ ലോകത്തിന്റെ ഏത് കോണിലും ചെന്നെത്തുന്ന ഒരു വ്യക്തിയുമുണ്ട്. അദ്ദേഹത്തിന് കരുത്തേകുവാൻ ഒട്ടേറെ നെയ്ത്ത് ഗ്രാമങ്ങളുണ്ട്. അവിടെ ലോകത്തിലെ ഏറ്റവും മികച്ച നെയ്ത്തുകാരുണ്ട്. ഓരോ പട്ടും അനശ്വരമാക്കുവാൻ പരമ്പരാഗത കലാകാരന്മാരുണ്ട്. ആ പട്ടിനൊരു പേരുണ്ട്, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ലോകത്തിലെ ഏറ്റവും മികച്ച പട്ടിന്റെ കഥ. കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം SG ഇലക്ട്രോണിക്ക. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. SG ഇലക്ട്രോണിക്ക. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. SG ഇലക്ട്രോണിക്ക. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. തിരുവനന്തപുരത്ത് മാത്രമല്ല പത്തനംതിട്ടയിലും എറണാകുളത്തും CPM സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് പേയ്മെന്റ് സീറ്റായിട്ടാണെന്ന് RSP സംസ്ഥാന സെക്രട്ടറി AA അസീസ് MLA. കോഴിക്കോട് നടന്ന RSP ലയന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി പുലബന്ധം പോലുമില്ലാത്ത രണ്ടാളുകളാണ് ക്രിസ്റ്റി ഫെർണാണ്ടസും ഫിലിപ്പോസ് തോമസും. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന പ്രതിഭ പാട്ടീലിന്റെ ഉപദേശകനായിരുന്നു ക്രിസ്റ്റി ഫെർണാണ്ടസ്. അതുപോലെ നോമിനേഷൻ കൊടുക്കുന്നതിന്റെ തലേനാൾ വരെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ഫിലിപ്പോസ് തോമസ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു. തിരുവനന്തപുരത്ത് മത്സരിച്ച ബെസ്റ്റി എബ്രഹാം മാത്രമല്ല പേയ്മെന്റ് സീറ്റിൽ മത്സരിച്ചതെന്നും കോഴിക്കോട് നടന്ന RSP ലയന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് RSP സംസ്ഥാന സെക്രട്ടറി AA അസീസ് MLA പറഞ്ഞു.
തിരുവനന്തപുരത്തെ CPI ജില്ലാ സെക്രട്ടറിയായിരുന്ന വെഞ്ഞാറമൂട് ശശി ഉൾപ്പെടെയുള്ളവർ RSPയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വെഞ്ഞാറമൂട് ശശി മാത്രമാണ് പേയ്മെന്റ് സീറ്റിന് ഉത്തരവാദി എന്ന പാർട്ടിയുടെ കമ്മീഷന്റെ കണ്ടെത്തൽ ശരിയല്ല എന്നും CPIയിൽ ഉടലെടുത്ത വിഭാഗീയതയാണ് അതിന് കാരണമെന്നും AA അസീസ് പറഞ്ഞു. കോവൂർ കുഞ്ഞുമോൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെണ്ണിയൂർ മുഹമ്മദ് കുട്ടി, PA മുരുകേശൻ പിള്ള എന്നിവർ സംസാരിച്ചു. പാർട്ടി ജില്ലാ സെക്രട്ടറി KP രാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ മിംസ് അവാർഡ് 2014ന്റെ പ്രാരംഭ നടപടികളുടെ പ്രഖ്യാപനവും ഔദ്യോഗിക വെബ്സൈറ്റ് drmims.award.comന്റെ പ്രകാശനവും മിംസ് ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ നിർവഹിച്ചു. വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ആതുര സേവന രംഗത്തെ പ്രസ്റ്റേജ് അവാർഡ് എന്ന ഖ്യാതി നേടിയെടുക്കുവാൻ ഡോക്ടർ മിംസിന് സാധിച്ചതായും ഡോക്ടർ ആസാദ് മൂപ്പൻ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വർഷത്തെ ഡോക്ടർ മിംസ് അവാർഡിനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ആതുര സേവന രംഗത്തെ ശ്രദ്ധേയമായ സംഭാവനകൾക്ക് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഏറ്റവും മികച്ച അംഗീകാരങ്ങളിലൊന്നാണ് ഡോക്ടർ മിംസ് അവാർഡ്. മിംസ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ അവാർഡിൽ 1 ലക്ഷം രൂപയാണ് അവാർഡ് തുകയായി നൽകുന്നത്. 3 വിഭാഗങ്ങളിലായാണ് ഡോക്ടർ മിംസ് അവാർഡിന് അർഹരായ പ്രതിഭകളെ തെരഞ്ഞെടുക്കുന്നത്. സേവന രംഗത്തെ മികവിനെ അടിസ്ഥാനമാക്കി ബെസ്റ്റ് ഡോക്ടർ അവാർഡ്, ചികിത്സാ രംഗത്ത് ക്രിയാത്മകമായ മാറ്റം സൃഷ്ടിക്കുന്നതിനുതകുന്ന നൂതന കണ്ടെത്തലുകളുമായി ബെസ്റ്റ് ഹെൽത്ത് ഇന്നൊവേഷൻ അവാർഡ്, അച്ചടി ദൃശ്യ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ പംക്തികൾക്കും പരിപാടികൾക്കുമുള്ള ബെസ്റ്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ് ത്രൂ മീഡിയ എന്നിവയാണ് അവാർഡിന് പരിഗണിക്കുന്ന വിഭാഗങ്ങൾ. 2013ലാണ് ഡോക്ടർ മിംസ് അവാർഡ് ആരംഭിച്ചത്. ആതുര സേവന രംഗത്ത് സുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്നവർക്ക് അംഗീകാരം നൽകുവാൻ സാധിക്കുക എന്ന നിയോഗം ഏറ്റെടുക്കുവാൻ സാധിച്ചു എന്നത് കൂടുതൽ ചാരിതാർത്ഥ്യമേകുന്നതായി ഡോക്ടർ ആസാദ് മൂപ്പൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുള്ള ചെറിയക്കാട്ട്, മെഡിക്കൽ സർവീസസ് ചീഫ് ഡോക്ടർ ഹംസ P, ഡോക്ടർ K കാർത്തികേയ വർമ്മ, ഡോക്ടർ രമേഷ് ഭാസി എന്നിവർ പങ്കെടുത്തു. യുദ്ധങ്ങളുടെ ഇടവേളയിലെ ഫലസ്തീൻകാരുടെ ജീവിത കാഴ്ചകളുമായി അജീബ് കോമാച്ചിയുടെ ഫോട്ടോ പ്രദർശനം. ഫലസ്തീനിലെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെയും നിസ്സഹായരായ അമ്മമാരുടെയും നെഞ്ചുപിളർക്കുന്ന നേർക്കാഴ്ചകളാവുകയാണ് ആർട്ട് ഗാലറിയിലെ ഈ പ്രദർശനം. പലസ്തീനിലെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെയും നിസ്സഹായരായ അമ്മമാരുടെയും നെഞ്ചു പിളർക്കുന്ന ഭീകരതയുടെ നേർക്കാഴ്ചയാവുകയാണ് ആർട്ട് ഗാലറിയിലെ ഫോട്ടോ പ്രദർശനം. യുദ്ധങ്ങളുടെ ഇടവേളയിലെ പലസ്തീൻ തെരുവുകളുടെ കാഴ്ചകളുമായാണ് പ്രമുഖ ഫോട്ടോഗ്രാഫർ അജീബ് കോമാച്ചി ഫോട്ടോ പ്രദർശനം ആർട്ട് ഗാലറിയിൽ ഒരുക്കിയിരിക്കുന്നത്. പലസ്തീൻ സന്ദർശനത്തിൽ കണ്ട കാഴ്ചകളാണ് ഒലീവ് ഇലയിലെ ഇളം ചോര എന്ന പ്രദർശനത്തിൽ അജീബ് പകർത്തിയിരിക്കുന്നത്. വെടിയുണ്ടകളും ബോംബ് വർഷങ്ങളും നിലച്ചപ്പോൾ പലസ്തീനിലെ വീടുകളിലും തെരുവുകളിലും ബാക്കിവെച്ച കാഴ്ചകൾ, പട്ടിണിക്കോലങ്ങളായി നീങ്ങുന്ന കുട്ടികൾ, ചോര പുരണ്ട ചുമരുകൾ, അതിൽ പലസ്തീൻകാരുടെ പ്രതിഷേധ വചനങ്ങൾ കുറിച്ചിട്ടിരിക്കുന്നു. തോൽക്കാൻ വിസമ്മതിക്കുന്ന ഒരു ജനതയുടെ ആവേശം അവ തെളിയിച്ചു കാണിക്കുന്നു. 2010, 12, 14 വർഷങ്ങളിൽ പലസ്തീനിൽ സഞ്ചരിച്ച് പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ഫോട്ടോ എടുക്കാൻ നിരോധിച്ച മേഖലകളിൽ സൈന്യത്തിന്റെ കണ്ണുവെട്ടിച്ച് പകർത്തിയ ചിത്രങ്ങളാണ് ഏറെയും. യുദ്ധവിരുദ്ധ വികാരം കുട്ടികളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഒരു കൂട്ടം കുരുന്നുകൾ മെഴുകുതിരി കൊളുത്തിയാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. അജീബിന്റെ 8ാമത്തെ പ്രദർശനമാണ് ഒലീവ് ഇലയിലെ ഇളം ചോര. പ്രദർശനം ഓഗസ്റ്റ് 15-ന് സമാപിക്കും. ATM കാർഡുകൾ സുരക്ഷിതമല്ലെന്നും ഏതൊരു കമ്പ്യൂട്ടർ വിദഗ്ധൻ വിചാരിച്ചാലും മണിക്കൂറുകൾക്കകം ATM കാർഡുകൾ ഹാക്ക് ചെയ്യാൻ സാധിക്കുമെന്നും സൈബർ വിദഗ്ധൻ ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട് മലബാർ ചേംബർ ഹാളിൽ സൈബർ നിയമങ്ങൾ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ATM കാർഡുകൾ സുരക്ഷിതമല്ലെന്ന് സൈബർ വിദഗ്ധൻ ഡോക്ടർ P വിനോദ് ഭട്ടതിരിപ്പാട്. നല്ലൊരു കമ്പ്യൂട്ടർ വിദഗ്ധൻ വിചാരിച്ചാൽ മണിക്കൂറുകൾക്കകം ATM കാർഡുകൾ ഹാക്ക് ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റ് സൃഷ്ടിച്ച് പണം പിൻവലിക്കാനും സാധിക്കും. മലബാർ ചേംബർ ഹാളിൽ സൈബർ നിയമങ്ങൾ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ATM മെഷീനിൽ പണമെടുക്കാൻ കാർഡിടുമ്പോൾ പിൻ നമ്പർ അടക്കം എല്ലാ വിവരങ്ങളും കമ്പ്യൂട്ടറിന് നൽകുന്നുണ്ട്. ഈ വിവരങ്ങൾ ബന്ധപ്പെട്ട ബാങ്കിന്റെ സെർവറിൽ എത്തുന്നതിന് മുൻപ് നിരവധി സെർവറുകളിൽ കൂടി സഞ്ചരിക്കുന്നുണ്ട്. പുതിയൊരു ഇന്റർനെറ്റ് സെർവർ ആരംഭിച്ചാൽ ഈ വിവരങ്ങളെല്ലാം ആർക്കു വേണമെങ്കിലും എളുപ്പത്തിൽ ചോർത്താൻ സാധിക്കും. വ്യവസായ ലോകത്തെ ഭൂരിഭാഗം കുറ്റകൃത്യങ്ങളും പ്രതിയെ കണ്ടെത്താൻ പോലീസിന് വഴിത്തിരിവാകുന്ന ഡിജിറ്റൽ തെളിവുകളാണ്. ഡിജിറ്റൽ തെളിവുകളുണ്ടെങ്കിൽ മറ്റു സാക്ഷികളുടെ ആവശ്യമില്ല. ഇത്തരം തെളിവുകൾ നശിപ്പിച്ചു കഴിഞ്ഞാലും തിരിച്ചെടുക്കാൻ സാധിക്കും. കർശന പരിശോധന നടത്തിയാൽ സൈബർ നിയമത്തിലെ ചില വകുപ്പുകൾ പ്രകാരം രാജ്യത്തെ 90% പേരും ജയിലിലാവുമെന്നും വിനോദ് ഭട്ടതിരിപ്പാട് പറഞ്ഞു. People lose grounds on. ചടങ്ങിൽ മലബാർ ചേംബർ പ്രസിഡന്റ് അലോക് കുമാർ സാബു അധ്യക്ഷനായി. C മോഹൻ, A ശ്യാം സുന്ദർ എന്നിവർ സംസാരിച്ചു. സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക, പൊതു സർവീസ് രൂപീകരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച്
കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കൊയിലാണ്ടി നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ലൈബ്രറി കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കന്മന ശ്രീധരൻ മാസ്റ്റർ സമരം ഉദ്ഘാടനം ചെയ്തു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി നഗരസഭാ ഓഫീസുകളിലേക്ക് ധർണയും പ്രകടനവും നടത്തി. കൊയിലാണ്ടി നഗരസഭയിലേക്ക് സംഘടിപ്പിച്ച മാർച്ചും ധർണയും ലൈബ്രറി കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കന്മന ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, പൊതു സർവീസ് രൂപീകരിക്കുക, സമ്പൂർണ്ണ ശമ്പളം സർക്കാർ നൽകുക, വിലക്കയറ്റം തടയുക, വർഗീയത ചെറുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. യൂണിറ്റ് പ്രസിഡന്റ് കെ ടി മനോജ്, നഗരസഭാ ചെയർപേഴ്സൺ കെ ശാന്ത, യൂണിയൻ ജില്ലാ സെക്രട്ടറി പി ടി ഉണ്ണികൃഷ്ണൻ, കെ കെ മോഹൻദാസ്, പി വി മാധവൻ, സിന്ധു എന്നിവർ സംസാരിച്ചു. പുസ്തകങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതുകൊണ്ട് ഒരു പുസ്തകത്തിന്റെയും പ്രസക്തി കുറയുന്നില്ലെന്ന് MP അബ്ദുൾ സമദ് സംദാനി MLA. വിജയൻ മന്നോത്ത് രചിച്ച വേഷപ്പകർച്ചകൾ എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിജയൻ മന്നോത്ത് രചിച്ച് ലിപി പ്രസിദ്ധീകരിച്ച വേഷപ്പകർച്ചകൾ എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്തു. ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ MP അബ്ദുൾ സമദ് സമദാനി MLA പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഡോക്ടർ KV തോമസ് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ CP രാജശേഖരൻ ആദ്യപ്രതി ഏറ്റുവാങ്ങി. ഒരു പുസ്തകത്തിന്റെ പിറവി വലിയ സാംസ്കാരിക സംഭവമാണ്. പുസ്തകങ്ങളുടെ എണ്ണം പെരുകുന്നതുകൊണ്ട് ഒരു പുസ്തകത്തിന്റെ പ്രസക്തി കുറയുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പുസ്തകത്തിന്റെ പിറവി വലിയൊരു സാംസ്കാരിക സംഭവമാണ്. പുസ്തകങ്ങളുടെ എണ്ണം പെരുകുന്നതുകൊണ്ട് ഒരു പുസ്തകത്തിന്റെ ജന്മത്തിന്റെ പ്രസക്തി ഒട്ടും കുറയുന്നില്ല. ഡൊമിനിക് മാത്യു പുസ്തകം പരിചയപ്പെടുത്തി. TP മമ്മു മാസ്റ്റർ, നവാസ് പൂനൂർ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വിജയൻ മന്നോത്ത് നയിച്ച സംഗീത പരിപാടിയും നടന്നു. വാർത്തകളിൽ മറ്റൊരിടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. SG ഇലക്ട്രോണിക്ക കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, വൂളൻ, സിൽക്ക്, സ്പൺ സിൽക്ക്, ഖാദി പോളി വസ്ത്രം, പരവതാനികൾ, ഖാദി റെഡിമെയ്ഡ്, ചെടിച്ചട്ടികൾ, കരകൗശല വസ്തുക്കൾ, തേൻ, സോപ്പ്, എള്ളെണ്ണ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ജൂട്ട് ലെതർ ഉൽപ്പന്നങ്ങൾ, കോലാപ്പുരി ചെരുപ്പുകൾ, ആയുർവേദ സോപ്പുകൾ, മരം, ചൂരൽ, സ്റ്റീൽ ഫർണിച്ചറുകൾ, വീട്ടാവശ്യത്തിനുള്ള മറ്റു ഉപകരണങ്ങൾ. 30% ഗവൺമെന്റ് റിബേറ്റ്. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. വാർത്തകൾ തുടരുന്നു. വർഗീയ കലാപങ്ങൾ മുറിവേൽപ്പിച്ച മാറാട് പ്രദേശത്ത് നടപ്പിലാക്കിയ സ്പർശം പദ്ധതി പുനരാരംഭിക്കണമെന്ന് സോൾഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് T മുഹമ്മദ് വേളം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാർ ധനസഹായം നൽകാത്തതാണ് പദ്ധതിയുടെ തകർച്ചയ്ക്ക് കാരണമായതെന്നും സോൾഡാരിറ്റി നേതാക്കൾ പറഞ്ഞു. 2010 മെയ് 1 കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ മേൽനോട്ടത്തിൽ കുടുംബശ്രീ മിഷനും ബേപ്പൂർ പഞ്ചായത്തും സംയുക്തമായി സ്വകാര്യ സംരംഭകരുടെ പങ്കാളിത്തത്തോടുകൂടി സ്പർശം പദ്ധതി നടപ്പിലാക്കിയത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കടലോര പ്രദേശത്തെ ഇരു സമുദായങ്ങളിലും പെട്ടവരെ ഒരു തൊഴിൽശാലയിൽ അണിനിരത്തി സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതോടൊപ്പം അവരിൽ പാരസ്പര്യത്തിന്റെ സംഘബോധം വളർത്താനും പദ്ധതിയിലൂടെ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് പദ്ധതി പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. സ്വയം തൊഴിലിന്റെ ഭാഗമായി നടപ്പിലാക്കിയ സോപ്പ് നിർമ്മാണം, ടൈലറിംഗ്, ബുക്ക് ബൈൻഡിംഗ് തുടങ്ങിയവ പ്രവർത്തനരഹിതമാണ്. പദ്ധതിക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടവും തൊഴിലുപകരണങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്പർശം പദ്ധതിയെ ആശ്രയിച്ച് കഴിയുന്ന മാറാടിലെ 200ഓളം കുടുംബങ്ങളുടെ ജീവിതമാർഗമാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. 2014 ഫെബ്രുവരിയിൽ പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനം പ്രഖ്യാപിക്കുകയും ചില പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തുകയും ചെയ്തുവെങ്കിലും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. കലാപത്തിന്റെ ബാക്കിപത്രമെന്നോണം കടുത്ത ദാരിദ്ര്യവും പട്ടിണിയും വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയും മാറാട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സ്പർശം പദ്ധതി പരാജയപ്പെട്ടതിന്റെ കാരണങ്ങൾ കണ്ടെത്തി പ്രവർത്തനം പുനരാരംഭിച്ച് മാറാട് പ്രദേശത്തെ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാൻ സർക്കാർ തയ്യാറാവണമെന്ന് സോൾഡാരിറ്റി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് കൊയിലാണ്ടിയിൽ ആരംഭിച്ച സഹായന ശാഖയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് കൊയിലാണ്ടിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്തു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള KJ ആർക്കേഡിന്റെ 1ാം നിലയിൽ എല്ലാവിധ ആധുനിക ബാങ്കിംഗ് സേവനങ്ങളും നൽകുന്നതിനുള്ള സൗകര്യങ്ങളോട് കൂടിയാണ് സായാഹ്ന ശാഖ സജ്ജീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മാനേത്ത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ K. ദാസൻ MLA ആദ്യ സ്ഥിര നിക്ഷേപം സ്വീകരിച്ചു. കൊയിലാണ്ടി നഗരസഭാ ചെയർപേഴ്സൺ K. ശാന്ത സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് I. മൂസ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ K. നാരായണൻ ആദ്യ SP നിക്ഷേപം സ്വീകരിച്ചു. ചടങ്ങിൽ N. സുബ്രഹ്മണ്യൻ, K. A. ഖാദർ മാസ്റ്റർ, KT. പ്രേമരാജൻ, TV. ഗിരിജ, പുനത്തിൽ ഗോപാലൻ മാസ്റ്റർ, AV. അനിൽകുമാർ, അഡ്വക്കേറ്റ് K. വിജയൻ, KK. മുഹമ്മദ്, PK. ഗോപി, TK. പത്മനാഭൻ, ES. രാജൻ, MK. കുമാരൻ നായർ, TK. കുഞ്ഞിക്കണാരൻ, KK. നിയാസ്, അഡ്വക്കേറ്റ് V. സത്യൻ, ബൽറാം PK, VT. ജയരാജൻ, പ്രദീപ് കുമാർ എന്നിവർ സംബന്ധിച്ചു. ഫോക്ക് ആർട്ട് റിസർച്ച് സെന്റർ നേതൃത്വ സംഗമം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോക്ലോർ വിഭാഗം മേധാവി EK. ഗോവിന്ദവർമ്മരാജ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിദ്യാഭ്യാസ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ഫോക്ക് ആർട്ട് റിസർച്ച് സെന്റർ നേതൃത്വ സംഗമം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോക്ലോർ വിഭാഗം മേധാവി ഡോക്ടർ EK. ഗോവിന്ദവർമ്മരാജ ഉദ്ഘാടനം ചെയ്തു. ഫോർക്ക് ചെയർമാൻ ചേളന്നൂർ പ്രേമൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ മുണ്ടേടി ദാമോദരനെ ആദരിച്ചു. പട്ടിക വിഭാഗം അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ KJ മൈക്കിൾ വിദ്യാഭ്യാസ പുരസ്കാരം നൽകി. ക്രിത്താസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ചുമതലയുള്ള VP മിനി തിരിച്ചറിയൽ കാർഡുകൾ നൽകി. KT Global, Ashok KT, UKT. ഫാർക്ക് സെക്രട്ടറി ജയകൃഷ്ണൻ വേങ്ങേരി, ജോയിന്റ് സെക്രട്ടറി കൃഷ്ണദാസ് വല്ലാപ്പൂന്നി, ട്രഷറർ ദിനേശ് പുല്ലൂരാൻ, വൈസ് ചെയർമാൻ UT ശ്രീധരൻ, രാജേഷ് അരിമ്പിടാവിൽ, ബിജേഷ് കാക്കൂർ, ദേവദാസ് മടവൂർ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരനായ ഉറൂബിന്റെ ജന്മശതാബ്ദി ആഘോഷം ഓഗസ്റ്റ് 16 ശനിയാഴ്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ഉറൂബ് 40 വർഷം താമസിച്ച നടക്കാവ് പ്രദേശത്തുള്ള നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉദ്ഘാടന ചടങ്ങ്. തുടർന്ന് 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ലളിതകലാ അക്കാദമി, ആർട്ട് ഗാലറി, ടൗൺ ഹാൾ എന്നിവിടങ്ങളിലാണ് നടക്കുന്നത്. ജന്മശതാബ്ദി ആഘോഷം അവസാനിക്കുന്നതോടെ ഉറൂബിന് കോഴിക്കോട് നഗരത്തിൽ ഒരു സ്മാരകം ഉണ്ടാവണമെന്നാണ് സാംസ്കാരിക സമിതി ആഗ്രഹിക്കുന്നതെന്നും സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മണൽക്ഷാമം കൊണ്ടും CRZ തണ്ണീർത്തട നിയമങ്ങൾ കൊണ്ടും മലയോര നിയമങ്ങൾ കൊണ്ടും വീർപ്പുമുട്ടുന്ന നിർമ്മാണ മേഖല തകരാതിരിക്കുവാൻ സർക്കാർ അവരുടെ അപ്രായോഗികമായ സമീപനം വെടിയണമെന്ന് ഗ്രേസ് കാലിക്കറ്റ് ചാപ്റ്റർ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മാർബിൾ, ഗ്രാനൈറ്റ് പോലുള്ള നിർമ്മാണ വസ്തുക്കൾ കൊണ്ടുവരുന്നത് പോലെ മണലും കൊണ്ടുവരാനുള്ള അനുമതി നൽകണമെന്നും ഇപ്പോഴത്തെ മുഖ്യ പ്രതിസന്ധിയായ ക്രഷർ ക്വാറി സമരം സർക്കാർ മുൻകൈയെടുത്ത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും ഗ്രാജുവേറ്റ് അസോസിയേഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് ആവശ്യപ്പെട്ടു. ബേപ്പൂർ ക്ലേ വർക്കേഴ്സ് കോപ്പറേറ്റീവ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. സംഘടനാ പ്രസിഡന്റ് മുരളി ബേപ്പൂരിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. വൈസ് പ്രസിഡന്റ് P. രമേശൻ, സെക്രട്ടറി ശ്രീനിവാസൻ, A. പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. കളിമണ്ണ് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായും അവരുടെ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകുമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അർജുന അവാർഡിന്റെ തിളക്കം കോഴിക്കോട്ടും. ടിൻഡു ലൂക്ക, V. ദിജു, ടോം ജോസഫ് എന്നിവർ പട്ടികയിൽ. ഉമ്മൻചാണ്ടി സർക്കാർ മുസ്ലിം ലീഗും ചേർന്ന് വിദ്യാഭ്യാസ വകുപ്പിനെ കച്ചവടച്ചരക്കാക്കി മാറ്റിയെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ CITU വൈദ്യുതി ഭവൻ മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.